ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് സ്പെഷ്യൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ പോയിട്ട് ഒരു ചിക്കൻ അങ്ങ് വാങ്ങിച്ചു. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് മഴയുണ്ടായിരുന്നു, എന്നാലും സ്കൂട്ടി എടുത്ത് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു. ചിക്കൻ വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും അച്ഛൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വലിയൊരു കുക്കറിലോട്ടിട്ട്, ഒരു 5 ലിറ്ററിൻ്റെ കുക്കറിലോട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. അതിനിടയിൽ കൊണ്ടുവന്ന ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പുരക്കി വെച്ചു. മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ പുരക്കി വെച്ചു. അപ്പോൾ അച്ഛൻ ഇവിടുന്ന് കട്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമോനും ഉണ്ട് അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ കട്ട് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഒരു ഗോൾഡൻ ഷെയ്ഡായപ്പോൾ ഞാൻ അതിനോട്ടേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളി ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഉള്ളി വാടിയതിന് ശേഷം തക്കാളി അതിലോട്ട് ഇട്ടോട്ട് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആദ്യം മോൻ 2 കസേര എടുത്തുകൊണ്ട് വന്നു. ഒന്നവിടെ പുറത്ത് കൊണ്ടിട്ടു, ഒന്ന് എൻ്റെ അടുത്തും കൊണ്ടുവച്ചു. അപ്പം ഞാൻ എൻ്റെ കാല് ഇതിലൂടെ നടക്കുമ്പോൾ കാല് തട്ടിപ്പോകുന്നതുകൊണ്ട് ഞാനതെടുത്ത് ഉള്ളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് അവനെ ദേഷ്യം പിടിച്ച് അത് വീണ്ടും എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ടവലൊക്കെ നിലത്തിടാൻ നോക്കി. അപ്പോൾ അവിടെ നമ്മുടെ ഗുസ്തിയാണ് അവിടെ കാണുന്നത്. അങ്ങനെ എന്നോട് ദേഷ്യം പിടിച്ച് അവൻ പുറത്തു പോയിരുന്നു. എന്നിട്ട് അവിടെ വെളുത്തുള്ളി റെഡിയാക്കി തരുവാണ് അവൻ. പിന്നെ അച്ഛനോട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടെ പേസ്റ്റ് ചെയ്തെടുത്ത് അതിലോട്ട് ഞാൻ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം മുളകും മഞ്ഞളും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയപ്പോൾ അതിലോട്ട് ഞാൻ മസാല പുരക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുത്തു. അതിനുശേഷം അതിലോട്ട് ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇളക്കി അതിലോട്ട് മല്ലിയില കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുത്തു. ആദ്യമോനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ട്, എന്നാലും അവൻ നന്നായിട്ട് എടുത്തു തരും. അപ്പോൾ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ആ മസാലയൊക്കെ പിടിച്ച ആ ഒരു ബിരിയാണി മസാലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിത് ചേർത്തത് ഇച്ചിരി അധികമായി പോയിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കുക്കർ അടച്ച് വെക്കുകയാണ്. ഒരു വിസിൽ മാത്രം മതി. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഉള്ളി, ബിരിയാണി റൈസിലിടേണ്ട ഉള്ളി ഗോൾഡൻ ഷെയ്ഡിൽ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായി വാട്ടി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കർ വിസിൽ വന്നു. ഒരു വിസിലിൽ തന്നെ ഓഫ് ചെയ്തു. അതിനുശേഷം ആ വാട്ടിയ ഉള്ളി കുറച്ചെടുത്ത് ഞാൻ മസാലയിലോട്ടിടുകയാണ്. ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊതുവേ ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് അതിലോട്ട് ആഡ് ചെയ്തു. അപ്പോഴും നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയുടെ സ്മെല്ലിങ്ങനെ വന്നു. അങ്ങനെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റൈസ് ഞാനിവിടെ ഒരു 3/4 കിലോളം എടുത്തിട്ടുണ്ട്. റൈസ് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഈസിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറാണ്. നല്ല
അരിയാണ് ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ കിട്ടിയത്. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മല്ലിയിലയും കാഷ്യൂനട്ടും അതുപോലെ ഗോൾഡൻ ഷെയ്ഡ് അടിച്ചിട്ടുള്ള ആ ഒരു ഒനിയൻ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വാട്ടി വെച്ച് അതും കൂടെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് എന്നിട്ടൊരു ചെറിയൊരു പ്ലേറ്റിലോട്ടാക്കിയിട്ട് സെർവ് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത് ആദ്യമനാണ്. അപ്പോൾ ആദ്യം പറയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ നല്ലോണം കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. കൂടെ തൈരുണ്ടായിരുന്നു, കച്ചമ്പറും പിന്നെ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു.